വാർത്തകൾ തുടരുന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ മൈക്രോ ഫിനാൻസ് കയ്പമംഗലം പഞ്ചായത്ത് വാർഷികവും കുടുംബസംഗമവും കാളമുറിയിൽ നടന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്തിന്റെ യോഗം നടക്കുമ്പോൾ ഇന്ന് ഇവിടെ 1000 പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തതെങ്കിൽ 2500 ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയായിരിക്കും എടത്തുരുത്തി പഞ്ചായത്തിൽ നടക്കുന്നതിന് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പോലും അംഗീകരിച്ച ഒരു യൂണിയനാണ് നമ്മൾ. തൃശ്ശൂർ ജില്ലയിലെ 14-16 യൂണിയനുകളുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു യൂണിയനാണ് നാട്ടി യൂണിയൻ. എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ജനറൽ സെക്രട്ടറി ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു സമ്മാനം ഉണ്ടാവും. എന്താണെന്ന് അറിയാം, ഈ വരുന്ന ജൂൺ മാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്ന സമയത്ത് നാട്ടിലേക്ക് ഒരു പുതിയ കോളേജ് കൂടി അനുവദിച്ചു തന്നിരിക്കുകയാണ്. യൂണിയൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ ജയന്തൻ പുത്തൂർ അധ്യക്ഷനായി. KP ധനപാലൻ MP മുഖ്യാതിഥിയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇത്ര സംഘടിതമായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഒരുപാട് സാമുദായിക പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ഓരോ യൂണിയനുകളും ശാഖകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മാതൃകാപരമായി മൈക്രോ ഫിനാൻസ് നമ്മുടെ സമ്പാദ്യശീലം വളർത്തുക മാത്രമല്ല, സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാനുള്ള മഹത്തായ ഒരു സന്ദേശം. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ സെക്രട്ടറി PK രവീന്ദ്രൻ, നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മോഹനൻ കണ്ണമ്പുള്ളി, നരേന്ദ്രൻ തയ്യിൽ, യമുന രവീന്ദ്രൻ, പ്രകാശ് കടവിൽ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി 3 പീടികയിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും ഗജവീരന്റെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. പട്ടികജാതി ക്ഷേമ സമിതി എടത്തിരുത്തി വില്ലേജ് സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് K രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഏരിയ തലത്തിലും ലോക്കൽ തലത്തിലും പ്രാദേശിക തലത്തിലുമെല്ലാം തന്നെ പട്ടികജാതി വിഭാഗത്തിലെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങളുടെ പട്ടികജാതി ക്ഷേമ സമിതി എന്ന സംഘടനയുടെ സാന്നിധ്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുക. പട്ടികജാതി ക്ഷേമ സമിതി രൂപം കൊണ്ടതിനെ സംബന്ധിച്ച് പരിശോധിപ്പിക്കുന്നതായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തീരുമാനപ്രകാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് വന്നുകൊണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് രൂപം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പട്ടികജാതി ക്ഷേമ സമിതി രൂപീകരിക്കാമെന്ന് തീരുമാനിച്ചത്
വർത്തമാനകാല പട്ടികജാതിക്കാരുടെ അവസ്ഥ എന്താണെന്ന് നല്ലതുപോലെ തിരിച്ചറിഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ രൂപീകരണത്തിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിലെ അന്തസ്ഥരുടെയും പാവപ്പെട്ടവരുടെയും കഴിവെടുക്കുന്നവരുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊണ്ടത്. വില്ലേജ് പ്രസിഡന്റ് പി വി സുരേന്ദ്രൻ അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, PKS ഏരിയ സെക്രട്ടറി KA വിശ്വംഭരൻ, പ്രൊഫസർ KU അരുണൻ, KG സുഖദേവ്, AV സതീഷ്, KV ശ്രീധരൻ, KA കൊച്ചുമോൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കാളമുറി ഒരുമ സ്വയം സഹായ സംഘത്തിന്റെ മത്സ്യകൃഷി വിളവെടുത്തു. പ്രസിഡന്റ് PK ജനാർദ്ദനൻ, KA ബാബു, VK ലക്ഷ്മണൻ, വിഘ്നരാജൻ എന്നിവർ നേതൃത്വം നൽകി. മണപ്പുറം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ കീഴിൽ നന്മ സ്റ്റോർ ആരംഭിക്കുന്നു. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ പരിസരത്ത് ആരംഭിക്കുന്ന നന്മ സ്റ്റോറിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 11-ന് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിക്കും. ചാമക്കാല നാലുംകൂടിയ സെന്റർ പരിസരത്ത് ആരംഭിക്കുന്ന നന്മ സ്റ്റോറിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 9-ന് KP ധനപാലൻ MP നിർവഹിക്കും. തീരദേശത്തെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ അയിരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ ഹരിനമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നിർവഹിച്ചു. ഏപ്രിൽ 5 വരെ എല്ലാ ദിവസവും പുലർച്ചെ 5-ന് ഗണപതി ഹോമവും ഉച്ചയ്ക്ക് 1-ന് പ്രസാദഊട്ടും ഉണ്ടാകും. 30-ന് വൈകിട്ട് 7-ന് അയിരൂർ കലാക്ഷേത്രയിലെ നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഉണ്ടാകും. 31-ന് രാത്രി 7-ന് ഡബിൾ തായമ്പക, 8-ന് ശ്രീഭൂതബലി, ശീവേലി, വിളക്കെഴുന്നള്ളിപ്പ്, രാത്രി 10-ന് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ബാലെ അവതരണം, ഭീഷ്മർ എന്നിവ ഉണ്ടാകും. ഏപ്രിൽ 1-ന് രാത്രി 7-ന് അയിരൂർ യുവജന സംഘം മേഖലാ കമ്മിറ്റിയുടെ നൃത്തനാടക വിൽക്കലാമേള, 9-ന് ശീവേലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. ഏപ്രിൽ 2-ന് വൈകിട്ട് 7-ന് കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് 9-ന് ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകും. ഏപ്രിൽ 3-ന് രാവിലെ മഹാഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ, 7:30-ന് ശ്രീഭൂതബലി, ശീവേലി, 11:30-ന് ഉച്ചപൂജ, ഉത്സവബലി, പറനിറയ്ക്കൽ, വൈകിട്ട് 4-ന് വടക്കൻ മേഖലയുടെ തേരുവരവ്, ആനയോടും വാദ്യമേളങ്ങളോടെയും കൂടി വിളക്ക് പറമ്പിൽ നിന്ന് പുറപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് 6:30-ന് ദീപാരാധന, വൈകിട്ട് 7 മുതൽ എളവൂർ ഇല്ലം കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന കുറത്തിയാട്ടം, 9-ന് വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകും. ഉത്സവ ദിവസമായ ഏപ്രിൽ 4-ന് വൈകിട്ട് 3-ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പൂരം പുറപ്പാട്, താലം, നാഗസ്വരം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ വഴിയമ്പലം സെന്ററിൽ നിന്നും പുറപ്പെട്ട് 4-ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വടക്കേ മേഖലയുടെ പൂരം പുറപ്പാട് ഉച്ചയ്ക്ക് 2:30-ന് ഗ്രാമലക്ഷ്മിയിൽ നിന്നും, തായ്നഗർ മേഖലയുടെ പൂരം പുറപ്പാട് 2-ന് പറപ്പറമ്പിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും, അയിരൂർ യുവജന സംഘത്തിന്റെ പൂരം പുറപ്പാട് നടീപ്പറമ്പത്ത് ഉദയകുമാറിന്റെ വസതിയിൽ നിന്നും, കിഴക്കേ മേഖലയുടെ പൂരം പുറപ്പാട് 2-ന് ചളിങ്ങാട് അഗസ്തേശ്വരപുരം ക്ഷേത്രത്തിൽ നിന്നും, നാഗശക്തി വിഭാഗത്തിന്റെ പൂരം പുറപ്പാട് അയിരൂർ തണൽ സാംസ്കാരിക നഗറിൽ നിന്നും, തെക്കേ മേഖലയുടെ പൂരം പുറപ്പാട് 2-ന് 3 പീടികയിൽ നിന്നും ആരംഭിക്കും. വടക്കേ മേഖലയ്ക്ക് വേണ്ടി ഗജവീരൻ പുതുപ്പള്ളി കേശവനും, തെക്കേ മേഖലയ്ക്ക് വേണ്ടി ഗുരുവായൂർ വിഷ്ണുവും, തായ്നഗർ മേഖലയ്ക്ക് വേണ്ടി ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭനും, അയിരൂർ യുവജന സംഘത്തിനു വേണ്ടി എടവനക്കാട് ശ്രീ പരമേശ്വരനും, കിഴക്കേ മേഖലയ്ക്ക് വേണ്ടി കുറുപ്പത്ത് ശിവശങ്കരനും, നാഗശക്തി മേഖലയ്ക്ക് വേണ്ടി ചെർപ്പുളശ്ശേരി പാർത്തനും, ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കരൻ എന്നീ ആനകളും തിടമ്പേറ്റും. എല്ലാ വിഭാഗത്തിന്റെയും പൂരം വരവ് ക്ഷേത്രത്തിലെത്തിയ ശേഷം 6:30 വരെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. ഏപ്രിൽ 5-ന് രാവിലെ 9-ന് ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് എഴുന്നള്ളിപ്പും 11-ന് ചാപ്പക്കടവിൽ ആറാട്ടും ഉണ്ടാകും. വൈകിട്ട് 3-നുള്ള തിരിച്ചെഴുന്നള്ളത്തോടെയാണ് ഉത്സവ പരിപാടികൾ സമാപിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് അടച്ചിട്ട വീട്ടിൽ മോഷണം, 78 പവൻ കവർന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ മൈക്രോ ഫിനാൻസ് കയ്പമംഗലം പഞ്ചായത്ത് വാർഷികവും കുടുംബസംഗമവും കാളമുറിയിൽ നടന്നു. യേശുക്രിസ്തു കുരിശിൽ പീഡനമേറ്റ് മരിച്ചതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.